lights go down and the night is calling to me, yeah. I hear voices singing songs in the street, and I know that we won't be going home for so long, but I know that I won't be on my own. Yeah, I love this feeling, and right now I wish you were here with me. 'Cause right now everything is new to me. You know I can't fight the feeling, and every night I feel it. Right now I wish you were here with me. Late night spaces with all our friends, you and me, yeah. Love these faces, just like how it used to be. And we won't be going home for so long, but I know I won't be on my own. I'm feeling like right now I wish you were here with me. 'Cause right now everything is new to me. You know I can't fight the feeling, and every night I feel it. Right now I wish you were here with me. And I could do this forever. And let's go crazy together. സ്നേഹസമ്പന്നനായ നമ്മുടെ സ്വർഗീയ പരമപിതാവായ ദൈവമേ, ഈ രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിവിധ ഭവനങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ ഒത്തുചേരുവാൻ ഉണ്ടായ മുഖാന്തരങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ദാനമായി കൊടുത്ത് പിന്നെ ഇന്ന് വിവാഹവുമായി ബന്ധപ്പെട്ടാണല്ലോ കർത്താവെ ഞങ്ങൾ കൂടിയിരിക്കുന്നത്. പൈതൽ പ്രായം മുതൽ നീ അവനെ പരിപാലിക്കുകയും വളർത്തുകയും കർത്താവെ പഠിക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വിവിധ ആവശ്യങ്ങളിലൊക്കെ അവിടുന്ന് കൂടെ ഇരുന്ന് വഴി നടത്തി ജോലി ആവശ്യമായപ്പോൾ ജോലിയൊക്കെ നൽകി തന്നു. കർത്താവെ, വിവാഹപ്രായമായപ്പോൾ കർത്താവെ അവിടുന്ന് ആലോചന തക്കതായ ഒരു തുണയെ അവന് നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്തു. വിവാഹവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ദേവാലയത്തിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടുന്ന് യാത്രകളിലൊക്കെയും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വധുവിൻ്റെ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാത്രകളിൽ കൂടെ ഇരുന്നല്ലോ തക്ക സമയത്ത് എത്തിച്ചേരുവാനും ഒക്കെ ഒന്ന് സഹായിച്ചവർക്കായ സ്തോത്രം. വിവിധ ദേശങ്ങളിലായിരുന്നു, വിവിധ സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾക്കും കൃത്യസമയത്തൊക്കെ എത്തിച്ചേരുവാനും ഒക്കെ ഒന്ന് സഹായിച്ചു വാഹനങ്ങളെയൊക്കെ നിയന്ത്രിച്ചു സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വൈതലിൻ്റെ വിവാഹം ഏറ്റവും മംഗളകരമായ അനുഗ്രഹപരമായി തീരുവാനും ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ജന്മനമേഹോ വാഴ്ത്തേണ്ട സർവാന്തരമായ ശുദ്ധനാമത്തെ വാഴ്ത്തുക. ജന്മനമേഹോ വാഴ്ത്തേണ്ട ഉപകാരങ്ങളൊന്നും മറക്കരുത്. എപ്പോഴും നന്ദിയുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവ മഹത്വം നിർത്താട്ടെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയാഗമായി തീർന്ന് ഞങ്ങളുടെ അരിപരക്ഷകന്റെ നാമത്തെ യാചിക്കുന്നു. ദേഹത്തോന്നി കേൾക്കുമാറാണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, oh yeah. 105 is the number that comes to my head when I think of all the years I wanna be with you. Wake up every morning with you in my bed. That's precisely what I plan to do. And you know one of these days when I get my money right, buy you everything
Mayo ne
സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സംയോജിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരനെ സംയോജിപ്പിക്കുകയും തന്മൂലമായ മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യത്തക്കൊണ്ടുള്ള ഐക്യമത്യം ഇവരിലുണ്ടാവുകയും ചെയ്യണമേ. ജയകരമായ ശരീരങ്ങൾ
മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ അനുഗ്രഹത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി അതിന്റെ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോദനത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോദനത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ അഭിവൃദ്ധി പിതാവിന്റെ തൃക്കരങ്ങളാൽ ആശീർവദിക്കുന്ന ഈ മോദനങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോദനങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമാകുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സമ്മതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോദനത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോദനങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായി മണവാളിയും ജ്ഞാനസമ്പൂർണ്ണനും നിറവണ്ണവരുമായി തീരുവാനിടയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹ സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സന്നദ്ധയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുവാനാകണമേ. നശ്വരമായ മണവറയിലൂടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഇതിനു മുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നെ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകും തൃപ്തി വരാത്ത വിധം ഇടപെടാതെ നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബറക്മോർ വശോ പുരസ്ബാനോ മിനാമിൻ ബറക്മോർ പരസ്പര വിവാഹനിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിന് മധ്യസ്ഥനായി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു.
അനുഗ്രഹിക്കണം. ഈ ദാസരത്തിൽ മധുരപരിമളം വീശുവാനും നീ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവുമില്ലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി തോന്നണമേ. ഇവർ നിരവധി പിതാവിനും പരിശുദ്ധവുമായി സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണം. സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷേകം മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെള്ളിപ്പൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചർച്ചയും തന്റെ പ്രീതിക്ക് യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല പ്രബല സ്നേഹത്തെയും ഇവരിൽ നീക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നികളുടെ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭമേറിയ പരിപാകതയിൽ ഇവരുടെ മനസാക്ഷി നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം അവരെ സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾക്ക് അവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണം. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം അവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ ചെയ്യുവാനും ഇവരുടെ മക്കൾക്കുള്ളതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. നിന്റെ വിജയശ്രീമായാൽ ഈ മണവാളനെയും മണവാട്ടിയും കാത്തുകൊള്ളുകയും പിതാവും പരിശുദ്ധ റുഹായുമായുള്ളവയും ഞങ്ങളെല്ലാവരുടെയും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. Thank you.
ഇന്ന് വിവാഹോദാശയിലൂടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ബിബിൻ, മേഘ, ഇരുവരെയും പ്രാർത്ഥനയോടെ കൊണ്ടുവന്നിരിക്കുന്ന മാതാപിതാക്കന്മാരെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആശംസകൾ നേരുവാൻ ദൂരത്തുനിന്നും ചാർച്ചനുമായി വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളെ പരിശുദ്ധ സുറിയാനി സഭയുടെ വിവാഹോദാശയിൽ നാം സംബന്ധിക്കുമ്പോൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും പരിശുദ്ധ സഭയുടെ പിതാക്കന്മാരുടെ പഠിപ്പിക്കലും ഇതിലെല്ലാം ഉപരിയായി ഭാരതം വിഭാവനം ചെയ്യുന്ന കുടുംബജീവിതത്തിൻ്റെ നൈർമല്യത്തിലേക്കുമാണ് ഇന്ന് ഈ മക്കൾ വിളിച്ച് ചേർക്കപ്പെട്ടത്. നമുക്കറിയാം, ഭാരതം ലോകത്തിന് നൽകിയ വലിയ ദർശനം ഇവിടുത്തെ കുടുംബജീവിതത്തിൻ്റെ കെട്ടുറപ്പ് തന്നെയാണ്. മകരം വരേക്കുമല്ല, മരണം വരേക്കും ഇവർ ഇവിടെ ദൈവത്തിന് മുമ്പിൽ തീരുമാനമെടുക്കുമ്പോൾ ഭാരതം നൽകിയ ഒരു സങ്കല്പമുണ്ട്. പാതിവ്രത്യത്തിൻ്റെ അടിസ്ഥാനം ഭർത്താവ് മരിക്കുമ്പോൾ ചിതയിൽ ചാടി മരിക്കുന്ന സതി അനുഷ്ഠിക്കുന്ന ഒരു സംസ്കാരം ഈ ഭാരതത്തിലുണ്ടായി. അത്രയധികം ദൃഢമായിരുന്നു ഭാര്യ ഭർത്തൃ ബന്ധം ഭാരതത്തിൽ. തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ ആദ്യമായി സംസ്ഥാപിക്കപ്പെട്ട കൂദാശ വിവാഹ കൂദാശ, അത് ആശീർവദിച്ചത് യഹോവയായ ദൈവമാണ്. മനുഷ്യനെ ദൈവം മെനഞ്ഞുണ്ടാക്കി എന്തിനു വേണ്ടി? തന്നോടുകൂടി വസിപ്പാൻ. ദൈവത്തോടുകൂടി വസിപ്പാൻ നമ്മളെ എല്ലാവരെയും നിർമ്മിച്ചവനായ ദൈവം നമ്മുടെ ഏകത്വം നന്നല്ല എന്ന് കണ്ട് ജീവിത പങ്കാളിയെ നമ്മിൽ നിന്ന് തന്നെയും തിരഞ്ഞെടുത്തു. തിരുവചനം പഠിപ്പിക്കുന്നത് വെച്ച് ആദമിൻ്റെ ഭാര്യയിൽ നിന്ന് എടുക്കപ്പെട്ടവളാണ് ഹവ്വ. തലയിൽ നിന്നായിരുന്നെങ്കിൽ ഹവ്വായെ തലയിൽ വെക്കാമായിരുന്നു, കാലിൽ നിന്നായിരുന്നെങ്കിൽ ചവിട്ടി തൂക്കാമായിരുന്നു. ഇത് ശരീരത്തിൻ്റെ തുല്യമായ ഭാഗത്തു നിന്നും ഹൃദയത്തോടടുത്തതായ സ്ഥാനത്തു നിന്നുമാണ് എടുത്തത്. അപ്പോൾ ജീവിത പങ്കാളിയുടെ സ്ഥാനം എന്താണ് എന്ന് എല്ലാവരും തിരിച്ചറിയുവാൻ ഇടയാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട്, കുടുംബത്തിന് നിർവചനം കൂടി വരുമ്പോൾ ഇമ്പമുള്ളൂ. എന്തു കൂടുമ്പോഴാണ് എന്ന് ആരും തന്നെ പറയാറില്ല. അതിനും തിരുവചനം തന്നെയാണ് ഉത്തരം നൽകുന്നത്. ആദമിൻ്റെ ഹവ്വയുടെ കുടുംബജീവിതത്തിലെ ആശീർവദിച്ച ദൈവത്തെ നമ്മളവിടെ കാണണം. മലബാറിലെ വിവാഹത്തിന് വന്ന ഞാൻ അത്രയും വേഗം പോകുവാൻ പരിശ്രമിച്ചു. ഈ അച്ഛന്മാർ അതിൻ്റെ തിരക്കിലാണ്. ബഹുമാനപ്പെട്ട വികാരി അച്ഛനാണെങ്കിൽ അരമന കൂദാശയ്ക്ക് വേണ്ടി അതിൻ്റെ ഒരു ഓട്ടത്തിലാണ്. വന്നിരിക്കുന്നവരെല്ലാം നല്ല തിരക്കിലാണ്. തിരുമേനി ഒന്ന് തീർത്ത് വരുവാണെങ്കിൽ ഞങ്ങൾ വല്ലതും കഴിച്ചിട്ടൊന്നും പൊക്കോളാം. പക്ഷേ ഏതെൻ്റെ പരദീസയിൽ കാണുന്ന കുടുംബജീവിതത്തിലേക്ക് ആദമിനെ ഹവ്വയെയും ചേർത്ത് വെച്ചതിന് ശേഷം എന്നും അവരെ കാണാൻ വരുന്ന ഒരു ദൈവം. ഞങ്ങളൊക്കെ പോകും, പക്ഷെ പോകാത്തവനായിട്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളോടുകൂടെ വരണം. അങ്ങനെയാണെങ്കിൽ തിരുവചനത്തിൽ അവിടെ തന്നെ നമ്മൾ കാണുന്നു, കർത്താവിൻ്റെ എല്ലാ വരവിൻ്റെ ദിനങ്ങളിലും അവർ സന്തോഷത്തിലും ജീവനുള്ള അനുഭവത്തിലുമായി. കർത്താവ് വരാതിരുന്നപ്പോൾ അവർ മരണത്തിൻ്റെ അനുഭവത്തിലേക്ക് പോയി. എന്താ പറഞ്ഞത് മനസ്സിലായോ? ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കപ്പുറത്തേക്ക് സ്വർഗത്തിലെ ദൈവം നൽകുന്ന ശാശ്വത സന്തോഷം മകനെ വിപിനെ, മകളെ മേഘയെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. കാനാവിലെ കല്യാണ വീട്ടുകാരെല്ലാവരെയും ബന്ധുക്കളെ എല്ലാം വിളിച്ചു. അതിൻ്റെ മുകളിലായിട്ട് വിളിച്ചതാണ് കർത്താവിനെ. കർത്താവിനെ വിളിച്ചപ്പോൾ പരിശുദ്ധ അമ്മയും അപ്പോസ്തലന്മാരോട് വന്നു. വരുമ്പോൾ ഒരു മൂലയ്ക്ക് തലയ്ക്ക് കയ്യും കൊടുത്ത് വീട്ടുകാരനിരിക്കുന്നു, കരയുക. എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, ഞങ്ങൾക്ക് ഒരിക്കലൊന്നും തികയത്തില്ല, ആളുകൾ ബന്ധുക്കൾ മുഴുവൻ ഇങ്ങ് വന്നിട്ടുണ്ട്.
കർത്താവിന്റെ സാന്നിധ്യം അവരുടെ കുറവ് ഇല്ലായ്മ ചെയ്തു. ഭക്ഷണം തികയാതെ വരുന്ന അപമാനത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു. അവരെ അഭിമാനത്തിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് ആ കർത്താവിനെ വിളിച്ച് നിങ്ങളോടുകൂടി ആക്കണം. കുടുംബജീവിതത്തിൽ ദൈവത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നതാണ് പരമപ്രധാനം. ആ കർത്താവ് എഴുന്നള്ളി വന്ന് നിങ്ങളെ ഇന്നിവിടെ ഒന്നിപ്പിക്കണം. സ്നേഹത്തിന്റെ പരിപൂർണതയിൽ, സ്നേഹമാകുന്ന കർത്താവിന്റെ പരിപൂർണതയിൽ നിങ്ങൾ അനുദിനം വർദ്ധമാനമായ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കട്ടെ. ഇവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ. ഒരാൾ തിരുവനന്തപുരത്ത് വളർന്നെങ്കിൽ മറ്റൊരാൾ ഈ ഇടുക്കിയിൽ വളർന്നു. രണ്ടുപേരും അവിടെ നിന്ന് രണ്ട് വ്യത്യസ്ത രാജ്യങ്ങൾ, ഒരാൾ ഗൾഫിലോട്ട് പോയി, മറ്റൊരാൾ അമേരിക്കയിലേക്ക് പോയി. അവിടെയൊക്കെ കണ്ടതായ കൾച്ചേഴ്സ് ഒക്കെ ഇവരുടെ മനസ്സിലുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഭാരതത്തിലെ കുടുംബജീവിതത്തിന്റെ സങ്കല്പങ്ങൾ നിങ്ങൾ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച ആ പഠിപ്പിക്കലുകൾ നിങ്ങൾ മനസ്സിൽ വേണം. എല്ലാവരും ഇന്ന് മാതൃകയായിട്ട് എടുക്കുന്ന സിനിമയിലെയും സീരിയലിലെയും നായകനെയും നായികയും. പെണ്ണ് കാണാൻ പോകുമ്പോൾ ഇപ്പം പാട്ടാ പാടുന്നത്, ഇവള് വേണ്ട അവള് വേണ്ട. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് കുടുംബജീവിതത്തെ കുറിച്ച്, അവരുടെ കുടുംബജീവിതത്തെ മാതൃകയാക്കില്ല. ഏത് സിനിമാ നടനെയും നായികയെ നോക്കി അവരുടെ ജീവിതമൊക്കെ പരാജയമാണ്. പക്ഷെ ഈ ഇരിക്കുന്ന അമ്മച്ചിമാരെ നോക്കിക്കേ, 80 90 ആണെങ്കിലും അവരെത്രയോ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഈ കൊച്ചുമോൾ അവിടുന്ന് വിളിക്കുക, മേഘ വിളിക്കുകയാണ്, അമ്മച്ചി ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞാൽ അമ്മച്ചി പറയും, ഞാൻ ഇട്ടിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. അതാണ് കുടുംബജീവിതത്തിന്റെ സന്തോഷവും മഹത്വം. അവരെ നോക്കി പഠിക്കണം. അവർ ഇല്ലായ്മകളിലും വിഷമതകളിലും പ്രയാസങ്ങളിലും ദൈവീയ സ്നേഹത്തെ പരസ്പരം പങ്കുവെച്ച് അവർ വഴക്കൂടിച്ചിട്ടുണ്ട്, അടിവെച്ചിട്ടുണ്ട്. പക്ഷേ മാറി നിന്നിട്ടില്ല. അത് നിങ്ങൾ കാണണം, പഠിക്കണം. വീണ്ടും വാത്സല്യ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും. പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല എന്നുള്ളത് തെറ്റായ കാഴ്ചപ്പാട്. കണ്ണുനീരും പ്രയാസവും വിഷമതകളും രോഗങ്ങളും വരുമ്പോൾ മാത്രമേ ദൈവീയ സ്നേഹത്തെ നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നു. ഈ പ്രതിസന്ധികളിൽ രണ്ടുപേരും പരസ്പരം കരങ്ങൾ മുറുക്കി പിടിച്ചിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആനന്ദം പ്രാപിപ്പാൻ സാധിക്കണം. പ്രതിസന്ധികളുടെ മധ്യത്തിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് താങ്ങും തണലും ആശ്വാസവും ഞാൻ തന്നെ ആകണമെന്ന് തിരിച്ചറിയുക. വിഷമതകൾ വരുമ്പോൾ വെട്ടൊഴിഞ്ഞു പോകുന്നതായിരിക്കരുത് ജീവിത പങ്കാളി. അതിനെക്കുറിച്ച് നിങ്ങളുടെ ഉത്തമമായ ബോധ്യം ഉണ്ടായിരിക്കണമെന്ന് ഓർപ്പിക്കണം. വീണ്ടും വാത്സല്യ മക്കളെ കാണപ്പെടുന്ന ദൈവങ്ങളാണ് മാതാപിതാക്കന്മാർ. തിരുവചനത്തിൽ പറയുന്നു, നിനക്ക് നന്മ വരുവാൻ വേണ്ടി, ദീർഘായുസ്സുണ്ടാവാൻ എത്രത്തോളം വലിയ വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. നിന്റെ മാതാപിതാക്കന്മാരെ സ്നേഹിച്ചാൽ, അവരെ സ്നേഹിക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവരുടെ അനുഗ്രഹത്തെ പ്രാപിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുന്നു. അനുഗ്രഹത്തിന്റെ ദാനങ്ങളാകുന്ന മക്കളെ ദൈവം നിങ്ങൾക്ക് നൽകിക്കുന്നു. വീണ്ടും പ്രിയപ്പെട്ട മക്കളെ ഓർപ്പിക്കട്ടെ, ഇപ്പൊ ഇതൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ്. മനസ്സിൽ പറയേണ്ട പൊന്നു തിരുമേനി, പരിപാടി നിർത്തിയിട്ട് വല്ല നടത്തി ഞങ്ങളെ വിടുന്നേ വിട്. പ്രത്യേകിച്ച് പ്രീമെറ്റൽ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് തിരുമ ഇതൊക്കെ ഞാൻ കുറെ കേട്ടത് ഇങ്ങോട്ട് കെട്ടി ഇപ്പൊ ശരിയാക്കില്ല. നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച ജോലിക്ക് പോകുന്നയാൾ ക്ലോക്കെ നോക്കിയിരിക്കും. ക്ലോക്കിനൊരു സ്പീഡും ഇല്ലല്ലോ. ദേതവം കണ്ടുപിടിച്ചതാണ്. എങ്ങനെയേലും അവിടെ ഇരിക്കലേക്ക് അല്ലെങ്കിൽ അവരുടെ ഇരിക്കലോട്ടൊന്ന് ഓടിച്ചെന്നാൽ ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് പറയും ക്ലോക്കിനാണ് ഭയങ്കര സ്പീഡാണ്, പെട്ടെന്ന് ചെല്ലാൻ മനസ്സിലൊന്നും തോന്നുന്നില്ല. ഒരു വർഷത്തോടെ കഴിയുമ്പോഴത്തേക്ക് വയ്യ ദൈവശാസ്ത്രമൊക്കെ പഠിക്കാൻ തുടങ്ങും. അവിടെ ഇരിക്കലോട്ട് എന്നാൽ വഴക്കം ബഹളം, എങ്ങനെ അവളെ മര്യാദയ്ക്ക് നിർത്താം. ഇപ്പൊ ദൈവശാസ്ത്രമൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തെ മനസ്സിലാവും സ്ത്രീയെ മര്യാദയ്ക്ക് നിർത്തണേ ഒറ്റയ്ക്കൊരു മാർഗ്ഗമുള്ളൂ. അതെന്റേതാണ്. പാമ്പെന്ന് പറഞ്ഞാൽ മതി. പാമ്പെന്ന് പറഞ്ഞാൽ പേടിക്കാത്ത ഏതെങ്കിലും സ്ത്രീ ഉണ്ടോ ഈ ലോകത്തിലോ? കേട്ട ഉടനെ എന്നിട്ട് ഓടിക്കൊണ്ട് അതിൻ്റെ പേർക്ക് അവൻ സ്വയം പാമ്പാകും. 2 എണ്ണം അടിച്ച് വീലായിട്ട് വീട്ടിലോട്ട് വരും. അപ്പം നല്ല പാമ്പാകും, അവളെ മര്യാദക്കാരിയാണ്. കൊടി വരുമ്പോൾ ഇമ്പം ഉണ്ടാകേണ്ട സ്ഥാനത്താണ് ഭൂകമ്പം ഉണ്ടാകുന്നത്. അതുകൊണ്ട് മക്കളെ പ്രത്യേകം ഓർമ്മിക്കട്ടെ, നിങ്ങളുടെ കുടുംബ ജീവിതം മറ്റൊരാൾക്ക് നന്നാക്കിയെടുക്കാനാവില്ല, നിങ്ങൾക്കേ പറ്റുള്ളൂ. കവി പാടി, തനിക്ക് താലി പണിമത് നാഗം നരകവും അതുപോലെ. സ്വർഗവും നരകവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സായിബ് പറഞ്ഞു, വിവാഹം നടക്കുന്നത് എവിടെ വെച്ചാണ്? സ്വർഗത്തിൽ, അല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞ തെറ്റാണ്. ഇന്ന് ഈ കട്ടപ്പനയിൽ ഈ ദേവാലയത്തിൽ വെച്ച് എങ്ങനെ കല്യാണം? ഇന്നു മുതൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. സ്വർഗം എന്ന് പറയുന്നത് ദൈവമുള്ളതാണ്. ദൈവത്തിന് കാണാവുന്നതും കേൾക്കാവുന്നതുമായത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാവൂ.
അതുകൊണ്ട് ദൈവത്തോടു കൂടിയുള്ളതായ സ്വർഗ്ഗം ഇവിടെ മുതൽ ആരംഭിക്കണം. പിശാചിനും മാലാഖമാർക്കും ഒക്കെയും അസൂയ തോന്നുന്നതായ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ആയതിന് ഞാൻ വീണ്ടും പറയട്ടെ, ഒരു കണ്ണങ്ങ് അടച്ചേക്കണം, ഒരു ചെവി അടയ്ക്കണം. 99% അടച്ചു പഠിക്കണം. എന്താണെന്ന് മനസ്സിലായോ? പലതും ഞാൻ കണ്ടില്ല, കേട്ടില്ല, പ്രതികരിക്കരുത്. മക്കളെ, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഇത് കഴിയുമ്പോഴത്തെ കൊടുക്കണം. അടി വെക്കുമ്പോഴത്തെ ഇവർക്ക് ഇത് കേൾക്കാനുള്ളതാണ്. അന്നേരം എടുത്ത് വെച്ച് ഇതൊക്കെ കാണണ്ട കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം എടുത്തിട്ട് പറയുന്നത് എപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ കാണേണ്ടതാണ്. സീരിയൽ കാണുമല്ലോ, ഇതൊക്കെയാണ് കാണേണ്ടത്. അതുകൊണ്ട് വാത്സല്യ മക്കളെ, എൻ്റെ വാക്കുകൾ നിർത്തി. സ്വർഗത്തിൽ നിന്ന് വളവറ്റ കരുണ നിങ്ങളുടെ മേൽ വരട്ടെ. ദൈവം തമ്പുരാൻ എഴുന്നള്ളി വന്ന് നിങ്ങളെ സംയോജിപ്പിക്കട്ടെ. സന്തോഷവും സമാധാനവും സ്നേഹവും അനുഗ്രഹത്തിൻ്റെ മക്കളെയും നൽകട്ടെ. പലപ്പോഴും പല അമ്മമാരും പറയുന്നുണ്ട്, എടി അധികം മൂത്ത് വരുവാണെങ്കിൽ ഇട്ടിട്ടിക്ക് വേണ്ടി ബാക്കി ഞാൻ കാണിച്ചു തരാം. എന്നാൽ ഇന്നത്തെ അമ്മമാർ അങ്ങനെയല്ല പറയുന്നത്. മോളെ, ഈ സ്വർഗത്തെ കാണും. യേശു തമ്പുരാനാകുന്ന മണവാട്ടിയാകുന്ന പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയിട്ട് സഹിച്ചതായ പീഡകളെ നീ തിരിച്ചറിയും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവിനെ കാണണം. കർത്താവ് വലിയ പീഡകളുടെ മധ്യത്തിലാണ് സഭയെ സംരക്ഷിച്ചത്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ സമ്പത്തും ലോകത്തിന് സകല ഇമ്പങ്ങളും എന്തെല്ലാം ലഭ്യമായാലും രോഗങ്ങളും വിഷമതകളും പ്രയാസങ്ങളും വന്നാലും ദൈവത്തിലേക്ക് നോക്കി അനുഗ്രഹം പ്രാപിക്കുന്നവരാകണമെന്ന് ഓർമ്മിക്കുക. ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ആവിധങ്ങളോട് നിത്യമായ സന്തോഷങ്ങളിലേക്ക് കാരണവാനെ ഞങ്ങളെ മാനിക്കുമാറാകണം. അവരുടെ കൂട്ടത്തിലൂടെ ഞങ്ങൾ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയുമാറാകണമേ.
പരീക്ഷന്മാർ പരീക്ഷണാർത്ഥിക്കുന്നതോ ഒരു കാരണത്താലും ഒരു തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുമ്പുരാൻ ഇപ്രകാരം കൽപ്പിച്ചത്, ആദ്യം സൃഷ്ടികർത്താവാണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് മാതാവിനെ വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരെ മനുഷ്യനുമായി തിരികെ ചെയ്യണമെന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവിടെ ദേഹത്തോട് അപ്രകാരം മോചനം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശം ചെയ്തത് എന്തുകൊണ്ട് ചോദിച്ചു. മോശങ്ങളുടെ ആളുകൾക്കും ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരപ്പെട്ടുകൊണ്ടല്ലാതെ സ്വഭാവം ഉപേക്ഷിച്ച് മറ്റൊരുവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാരുടെ ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഈ വചനത്തിൽ ശക്തൻ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ കൽപ്പിച്ചരുളി ചെയ്തു.
സ്വർഗീയ മണവാളനായ മിശിഹ യഥാർത്ഥമായി തന്നെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുടെ വലുത് കൈവന്ന് നിങ്ങളെ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടി ഇരുന്ന് ആകർക്രിസ്തുവിന്റെ വഞ്ചനയിൽ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് പരിമഞ്ഞും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വെക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാവനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശങ്ങളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയ ഒരു പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികളെല്ലാം ബാറക്കുമാർ Thank you.
വാത്സല്യ മക്കളെ, നാം എല്ലാവരും ദൈവത്തിന്റെ ഭവനത്തിൽ അംഗത്തിനായിരുന്ന നാഴികയിൽ വിശ്വാസികളായി നിങ്ങളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മക്കൾ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളും നൽകുന്ന നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും ബഹുമാനായ പൂർവികന്മാരിൽ നിന്നും പ്രാപിച്ചിട്ടുള്ളതാവുന്നു. വാത്സല്യ മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവിന്റെ സിംഹാസനമായ ജീവമേശയുടെയും രക്ഷാകരമായ വിജയശ്രീബായുടെയും വെടിപ്പുള്ള ഏവരുടെയും ഈ ജനക്കൂട്ടത്തിന് മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേക ശ്രദ്ധിപ്പിൻ. ഹൃദയവിചാരങ്ങളെ നമ്മുടെ സന്നിധിയിലാകുന്നു, അറിയാത്തവരുടെ സന്നിധിയിലല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളുടെ മധ്യേ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. പ്രമാണവിരുദ്ധമായി നിങ്ങൾ ചെയ്ത സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. ആചാര്യഗണത്തിലും വിശ്വാസികളായ ജനത്തിലും ഈ മണവാട്ടിൽ ക്ഷണിക്കപ്പെട്ടു ദൈവം തമ്പുരാന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായ ആവശ്യമാകട്ടെ. അനുഗ്രഹീതയായ മാതാവ് ദൈവജന്യമായ വിശുദ്ധമറിയാമോയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുന്നവരായ സകലവിശുദ്ധന്മാരുടെ ദൈവമായ മധ്യസ്ഥയാചരണാൽ എന്നേക്കും നിങ്ങളിൽ ആവശ്യം ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളുടെ സമൂഹം, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. നിങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ ജീവിത പങ്കാളികളുമായ ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് നല്ലതുകൊണ്ട് ശ്രദ്ധിക്കും. ഈ മകൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ദൈവം ഇവർക്കായി ഫലമേൽപ്പിച്ചിരിക്കുന്ന ഭർത്താവിനോട് ഇപ്പോൾ സംബന്ധിച്ചിരിക്കും. ആകയാൽ മകനെ, നീ ഇവളെ പ്രീതിപ്പെടുത്തിക്കൊള്ളാൻ ഇവളോട് ദൈവമുള്ളവനായിരിക്കണം. നിനക്ക് വസ്ത്രത്തിനോ ഭക്ഷണത്തിനോ പാനീയത്തിനോ കുറവുകളുണ്ടായാലും ഇവൾക്ക് യാതൊരു കുറവുകളും ഉണ്ടാകാതെ നോക്കുവാൻ നിനക്ക് ന്യായമായ ചുമതലയുണ്ട് എന്ന് കരുതിക്കൊള്ളും. വീണ്ടും മകളെ, നീയും നിന്റെ ഭർത്താവിന്റെ പരിചരണം ന്യായമായ രീതിയിൽ നിർവഹിക്കുവാൻ നിനക്കുള്ളതായ ചുമതല വിസ്തരിച്ചു പോകും. എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടും ഉപയോടും കൂടെ നീ നിന്റെ ഭർത്താവിന്റെ അടുക്കൽ നിവർത്തിച്ചോടും. നമ്മുടെ ഭർത്താവിനെ ശുശ്രൂഷയായ കൃപ ഞങ്ങളിലും നിങ്ങളിലും നാളെ വർഷിച്ചിരിക്കുമാറാകട്ടെ. കാരുണ്യവാനേ, നിന്റെ മക്കളുടെ മേൽ ചേർന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ എല്ലാ
moment, life has begun. From this moment, you are the one. Right beside you is where I belong. From this moment on, from this moment I have been blessed. I live only for your happiness and for your love. I'd give my last breath. From this moment on, I give my hand to you with all my heart. I can't wait to live my life with you. I can't wait to start. You and I will never be apart. My dreams came true because of you. From this moment, as long as I live, I will love you. I promise you this, there is nothing I wouldn't give. From this moment on, you're the reason I believe in love, and you're the answer to my prayers from up above. All we need is just the two of us. My dreams came true because of you. From this moment, as long as I live, I will love you. I promise you this, there is nothing I wouldn't give. From this moment, I will love you as long as I live. From this moment on. I've been trying to reach you, 'cause I've got something to say. But you're talking about just nothing at all, and you're slipping away. We were crying together. It was a long time ago. Before you walk out that door and leave me this way, just hear what I say. You make me feel, you make me real for the rest of my days in so many ways. You make me feel. 'Cause 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 'cause
this way. You make me feel. You make me real for the rest of my days in so many ways. You make me feel 10,000 light years away from you. Keep thinking maybe it's time to let go, but by the end of the day I still want to say to you, you make me feel. I've got something to say.
കരവെല്ലാം കതിരാ
मेले मेले മെല്ലെ മെല്ലെ മുഖിലോളങ്ങൾ പോലെ ഒഴുകാനാകാശവും ആയിരം ചിറകും അരികെ പൂക്കാലവും ഏകുന്നതാരോ മെല്ലെ 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 മുഖിലോളങ്ങൾ പോലെ മെല്ലെ നീ മെല്ലെ എന്നുള്ളം പുൽകി കയ്യിൽ ഈ കയ്യിൽ തേൻ തുണ്ടും നൽകി ഈരാമോഹം പങ്കിടാനരികെ തിരികെ എൻ തോഴി ഏകുന്നതാരോ സ്തുതികളിന്മേൽ വസിക്കുന്നവനായ സർവശക്തിയുള്ള ദൈവമേ, ഈ ഉച്ചകഴിഞ്ഞ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പൈതങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ അവിടുന്ന് വ്യാപിച്ച ദൈവശക്തിക്കായി അനുഗ്രഹത്തിനായി നന്ദി വരുന്ന ഹൃദയങ്ങളോട് ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയറ്റുന്നു. കർത്താവേ, പ്രായം മുതൽ ഞങ്ങളുടെ പൈതങ്ങളെ അവിടുന്ന് ഇത്രത്തോളം വളർത്തി അവർക്ക് ആവശ്യമായ എല്ലാ ക്രൂകളോടും കൊടുത്തു. കർത്താവേ, വിവാഹം അവിടുന്ന് മുന്നമേ നിശ്ചയിച്ചിരുന്നാൽ സ്വർഗമേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പൈതങ്ങളുടെ വിവാഹമൊക്കെ അനുഗ്രഹമായി തീർപ്പതിനായി നന്ദിയോടെ സ്തോത്രമുണ്ട്. ഭാവി ജീവിതത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, മേഘത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ഭീമത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ആയുഷ്കാലമൊക്കെയും നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനോട് സഹായിക്കണമെന്ന് മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഉത്തരവാദികൾക്കായി സ്തോത്രം ചെയ്യുന്നു. മെല്ലെ